ഇന്നുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നല്ലൊരു ബാഗാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് കോട്ടൺ തുണിയാണ് സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ ബാക്ക് സൈഡിലായിട്ട് പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക് 2 പീസും ലൈനിങ്ങിൻ്റെ തുണി 2 പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 20 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 17 ഇഞ്ചിലുമാണ്. ഇനി അടുത്തതായിട്ട് ഒരു പേപ്പറിൽ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് 2.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇത് തുണിയുടെ ഒരു കോർണർ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്ക്വയർ ഷേപ്പ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ അടുത്ത കോർണർ ഭാഗത്തേക്കും ആ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ 2 കോർണർ ഭാഗത്തുനിന്നുമായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ 2 ഭാഗത്തുനിന്നും നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലുള്ള മെയിൻ ഫാബ്രിക് 2 പീസ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതി 8 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ അരികു ഭാഗത്തു നിന്നായിട്ട് ബാക്ക് സൈഡിലേക്ക് 1/2 ഇഞ്ചോളം മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് 4 ഭാഗത്തുനിന്നും. ഇനി ഇതാ ലൈനിങ് തുണിയുടെ മോൾ ഭാഗത്തുനിന്ന് സെൻറ്റർ പോയിന്റിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 3 ഇഞ്ച് താഴേക്കായിട്ട് പോക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. മാർക്ക് ചെയ്യുന്നത് പോലെ 3 അരികു ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത രീതിക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം താഴത്തെ ഭാഗത്തായിട്ട് ഒരു 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. അത് നമ്മൾ ഓപ്പൺ സൈഡായിട്ട് വെക്കാം. ബാക്കിയുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. താഴത്തെ ഭാഗത്തായിട്ട് ഓപ്പൺ സൈഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കോർണർ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാകുന്നില്ലേ, അവിടുന്ന് തുണി ഇതുപോലെ പിടിക്കുക. അതിനുശേഷം അരികുഭാഗം ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതേ സെയിം രീതിയിൽ തന്നെ അടുത്ത കോർണർ ഭാഗം കട്ട് ചെയ്തില്ലേ, അവിടെയും നമ്മളിതാ അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള 2 കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി അടുത്തതായിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തിരുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മോൾ ഭാഗത്തുനിന്ന് ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ മോൾ ഭാഗത്ത് അടുത്ത സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 3 ഇഞ്ചും 2 ഇഞ്ചും മാർക്ക് ചെയ്ത് തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലീറ്റ് പോലെ നമുക്ക് കിട്ടും. അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. സെയിം രീതിയിൽ തന്നെ അടുത്ത 2 മാർക്കിങ്ങും ഇതുപോലെ ചേർത്ത് വെക്കുക. ആ ഒരു ഭാഗം നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഭാഗങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി അടുത്തതായിട്ട് ബാഗിന് വേണ്ട ഹാൻഡിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. തുണിയുടെ ബാക്കിൽ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നീളം എടുത്തിട്ടുള്ളത് 22 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 4 ഇഞ്ചിലുമാണ് കേട്ടോ. തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ 2 സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് മടക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കാം. ഇങ്ങനെ. ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരികു ഭാഗത്തൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഇവിടെ മെയിൻ ഫാബ്രിക് നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഒരു രീതിക്ക് 2 പീസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത്. ഹാൻഡിലിൻ്റെ ഒരറ്റം മോൾ ഭാഗത്ത് ആ ഒരു പ്ലീറ്റ് വന്നിട്ടുള്ള ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. അടുത്തൊരറ്റം അടുത്ത സൈഡിൽ ആ ഒരു പ്ലീറ്റ് വന്നിട്ടുള്ള ഭാഗത്തേക്കും വെച്ച് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ ഹാൻഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തൊരു പീസിലും സെയിം രീതിയിൽ നമുക്ക് ഹാൻഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ 2 പീസിലും ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. 2ൻ്റെയും നല്ല ഭാഗം ഉള്ളിൽ ചേർന്ന് വരുന്ന രീതിക്ക്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ 3 അരിക് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോർണർ ഭാഗം സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് തുണി ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം കോർണർ ഭാഗത്തു നിന്നായിട്ട് തുണി ഈ ഒരു രീതിക്ക് കയ്യിലേക്ക് പിടിക്കുക. അതിനുശേഷം 2 അരിക് ഭാഗവും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നേരത്തെ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് എടുത്തത് കോർണർ ഭാഗം, ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ കോർണർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഇനി ഇതൊന്ന് നീക്കി വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നില്ലേ, അതെടുക്കുക. അതിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് എന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഇനി എന്താക്കുക, മെയിൻ ഫാബ്രിക് എടുത്തിട്ട് മെയിൻ ഫാബ്രിക്കിൻ്റെ ഉള്ളിലെ ഭാഗത്തേക്കായിട്ട് ലൈനിങ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ, ലൈനിങ് തുണിയുടെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ 2 സൈഡിലുമായിട്ട് ചേർത്ത് വെക്കുക. ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള അരിക് ഭാഗവും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. മെയിൻ ഫാബ്രിക്കിൽ ഹാൻഡിൽ വെച്ച ഭാഗത്തായിട്ട് ഒരു പ്ലീറ്റ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം എത്തുന്ന സമയത്ത് ലൈനിങ് തുണിയിലും അതുപോലെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള അരിക് ഭാഗവും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് ലൈനിങ് തുണി പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലൈനിങ് തുണിയുടെ താഴത്തെ ഭാഗത്ത് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തൂടെ ബാഗിൻ്റെ നല്ല വശം നമുക്ക് പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ് തുണിയുടെ താഴത്തെ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതുപോലെ അരിക് ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ലൈനിങ്ങിൻ്റെ തുണി ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് മോൾ ഭാഗത്തൂടെ അരികിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പം എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാഗിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മളൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന് അറിയിക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.